നമസ്കാരം. ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ പാർപ്പിക്കുന്ന ഇടമായാണ് നമ്മൾ ജയിലുകളെ കാണുന്നത്. ജയിലുകളെക്കുറിച്ചുള്ള ഒരു പ്രാകൃത സങ്കല്പം എന്ന് പറയുന്നത് അവിടെ പാർപ്പിക്കപ്പെടുന്ന അന്തേവാസികളെ ക്രൂരമായി പീഡിപ്പിക്കുക, ഭേദ്യം ചെയ്യുക, എന്നിട്ട് സമൂഹത്തിൽ അവർ തിരികെ എത്തുമ്പോൾ ആദ്യം ചെയ്ത കുറ്റത്തെക്കാളും ക്രൂരമായ കുറ്റം ചെയ്യുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നൊക്കെയാണ് പഴയകാല സങ്കല്പം. നമ്മൾ സിനിമകളിൽ കണ്ടതും കഥകളിൽ കണ്ടതൊക്കെ അങ്ങനെയാണ്. എന്നാൽ പരിഷ്കൃത സമൂഹത്തിൽ ജയിലുകൾ എന്ന് പറയുന്നത് തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജയിലുകളെ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ജയിലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ ആ ശിക്ഷാ കാലത്തിന് ശേഷം അവർ പുറത്തിറങ്ങിയാൽ അവർ നമ്മുടെ പൊതുസമൂഹത്തിലേക്കാണ് പോകുന്നത്, അവരുടെ കുടുംബത്തിലേക്കാണ്. അപ്പോൾ പൊതുസമൂഹവും കുടുംബവും അവരെ സ്വീകരിക്കണം, അവരെ ഭയത്തോടു കൂടി കാണരുത്. മാത്രമല്ല അത്തരം ആളുകൾ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അവരെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിൽ അവരെ പരിവർത്തിക്കുക എന്നുള്ളത് കൂടി ആധുനിക ജയിൽ സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിലെ ജയിലുകൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജയിലുകൾക്കകത്ത് പുതിയ തടവിൽ വരുന്ന ആളുകൾക്ക്, ജയിലുകളിലെത്തുന്ന അന്തേവാസികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ആധുനിക തൊഴിൽ പരിശീലനങ്ങളടക്കം ജയിലുകൾ നടക്കുന്നു. അത്തരം ഒരുപാട് ജയിലുകളിലെ ഇടപെടലുകൾക്ക്, ജയിലുകളുടെ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ മുൻ ജയിൽ മേധാവി, ജയിൽ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ കൂടിയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇന്നിപ്പം ഏറ്റവും വലിയൊരു വിവാദമായിരിക്കുന്ന ഒന്നാണ് തടവുകാരുടെ വേതന വർധനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതിനെ ഈ LDF സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ അത് രാഷ്ട്രീയ ആയുധമായി കൂടി ചില കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ വേതനവുമായി തട്ടിച്ച് അവരിലടക്കം ഒരു വൈകാരികത ഉണ്ടാക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഇടപെടുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു ജയിൽ മേധാവി കൂടിയായിരുന്നു താങ്കൾ. ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടുള്ളത്, ജയിലെന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല, ശിക്ഷിച്ച ആളുകളെ പീഡിപ്പിക്കാനുള്ള സ്ഥലമല്ല. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരാൾ തടവിലാക്കപ്പെട്ടാൽ രണ്ട് കാര്യങ്ങളെ തടയാൻ പറ്റുള്ളൂ. ഒന്ന്, അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാം. രണ്ട്, അവിടെ വരുന്ന ആളിന് അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. ഡോക്ടറാണെങ്കിൽ ഡോക്ടർ പണി ചെയ്ത് ജീവിക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവന് തടയപ്പെടണം. പിന്നെ ജയിൽ ശിക്ഷിക്കുന്ന സ്ഥലമല്ല, അവനെ നന്നാക്കാനുള്ള സ്ഥലമാണ്, റിഫോം ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതാണ് സുപ്രീം കോടതി ഡെഫിനിഷൻ. അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് 1885 മുള്ള കമ്മീഷൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ പറഞ്ഞു, ജയിലിലുള്ളവരെ തൊഴിൽ അഭ്യസിപ്പിച്ച് അവരെ വീണ്ടും കുറ്റകൃത്യങ്ങളിലോട്ട് പെടാതെ അവരെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. അതിൻ്റെ ബേസിസിൽ കേരള ഗവൺമെൻറ് 1990 ഒരു കമ്മീഷനെ വെച്ചു. അത് ഹൈക്കോടതിയിലെ വക്കീലായിരുന്ന ഉദയഭാനുവായിരുന്ന കമ്മീഷൻ. ഉദയഭാനു കമ്മീഷനും ഈ ഇതനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് വിശദമായ റിപ്പോർട്ട് എഴുതി. അപ്പോൾ 2009 ഞാൻ ജയിൽ ADGP ആയിട്ട് വന്നു. പിന്നീട് ഞാൻ DGP ആയി. 4 വർഷങ്ങൾ കൊണ്ട് ഈ മുള്ള കമ്മീഷനിൽ നടപ്പായ കാര്യങ്ങളും അതിനുശേഷം ഉദയഭാനു കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളും കുറേയേറെ കാര്യങ്ങൾ നടപ്പാക്കി. അപ്പം ഞാൻ ജയിലിൽ വരുന്ന സമയത്ത് തടവുകാരുടെ ശമ്പളം 32 രൂപയാണ്. 32 രൂപ കഴിഞ്ഞാൽ അവന് മൂക്കുപൊടി വലിക്കാനും ഷേവ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങിക്കാനും പൗഡർ വാങ്ങിക്കാനും പിന്നെ അവൻ്റെ വസ്ത്രം വാങ്ങിക്കണം. ജയിലിലെ വസ്ത്രം മാത്രമേ കൊടുക്കത്തുള്ളൂ, ബാക്കി വസ്ത്രം സ്വയം വാങ്ങിക്കണം. അതിനുള്ള ചിലവല്ലാതെ യാതൊരു പൈസയില്ല. അപ്പോൾ ഒരു വീട്ടിലെ ഏക ബ്രെഡ് വിന്നർ ജയിലിൽ വന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി. 2-3 കുട്ടികളുണ്ട്, ഇവരെ നോക്കണം. ഇതൊരു ഭീകരമായ അവസ്ഥയായിരുന്നു. ഇത് മാറ്റിയെടുക്കണമെന്ന് ജയിൽ DGP ഞാൻ തീരുമാനിച്ചു. മുള്ള കമ്മീഷനിലെ, ഉദയഭാനു കമ്മീഷനിലെ റിപ്പോർട്ടുകൾ നടപ്പാക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്ത് അസംബ്ലി ഭയങ്കര ബഹളം നടക്കുകയാണ്. ഇവിടെ ചപ്പാത്തിക്ക് 8 രൂപ, കറിക്ക് 30 രൂപ, ചിക്കൻ കറിക്ക് 100 രൂപ, വിലക്കയറ്റം കൊണ്ട് മനുഷ്യന് ഭക്ഷണം പോലും കഴിക്കാൻ വയ്യ. ഇങ്ങനെ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ ഈ ഉത്തരവെല്ലാം പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ 3-4 മണിക്കൂർ ഭയങ്കര ബഹളം കേൾക്കുന്നു. ഇങ്ങനെ അസംബ്ലി കിടന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
നമ്മളിത് വില കുറച്ച് അങ്ങോട്ട് കൊടുക്കണ്ടേ? അതെങ്ങനെ പറ്റുമോ അലക്സേ? നമുക്ക് വില കുറച്ച് കൊടുക്കാൻ നമുക്ക് സർക്കാരിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ 60% ചിലവ് എൻ്റെ തൊഴിലാളികളുടെ കൂലിയാണ്. എനിക്ക് എൻ്റെ ജയിലിൽ 14,000 തടവുകാരുണ്ട്. ഞാൻ അവരെ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ ചിലവിൽ ഈ സാധനം മാർക്കറ്റ് എത്തിക്കാം. ഉമ്മൻചാണ്ടി എനിക്ക് അനുവാദം തന്ന ശേഷം ഞാൻ മണിക്കൂറിൽ 2,500 ചപ്പാത്തി ഇറങ്ങുന്ന ചപ്പാത്തി മെഷീൻ 4 എണ്ണം വാങ്ങിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ആദ്യം മാർക്കറ്റിലിറക്കി. 8 രൂപ ചപ്പാത്തി ഉണ്ടായിരുന്ന വില 2 രൂപയ്ക്ക് മാർക്കറ്റിലിറക്കി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ 50 ഏക്കറിൽ വെജിറ്റബിൾ കൃഷിയുണ്ട്. ആ വെജിറ്റബിൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനം ഞങ്ങൾ ലേലം വിളിച്ച് വിൽക്കുകയായിരുന്നു. ആ വെജിറ്റബിൾ അങ്ങോട്ട് എടുത്തിട്ട് കറി ഉണ്ടാക്കി. മാർക്കറ്റിൽ നിന്ന് 30 രൂപ വെജിറ്റബിൾ കറിക്ക് ഞങ്ങൾ 10 രൂപയ്ക്ക് ഞങ്ങൾ മാർക്കറ്റിലിറക്കി. അപ്പോൾ ജയിലിൽ ഒരു ചിക്കൻ ഫാമുണ്ട്. ചിക്കൻ ഫാമിൽ നിന്നുണ്ടാകുന്ന കോഴി ഞങ്ങൾ ലേലം വിളിക്കും. പകുതി വിലക്കൊക്കെ ആളുകൾ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചിക്കനെ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മാർക്കറ്റിലോട്ട് ചിക്കൻ കറി കൊടുക്കുക. അന്ന് 80 രൂപയായിരുന്നു ചിക്കൻ കറിയുടെ മാർക്കറ്റിലെ വില. നമ്മൾ 20 രൂപയ്ക്ക് അങ്ങോട്ട് മാർക്കറ്റിലോട്ട് കൊടുത്തു. അതോടുകൂടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഈ ലോഡ്ജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പിന്നെ സർക്കാർ ഓഫീസിൽ നിന്നുള്ള ആളുകൾ ജോലി കഴിഞ്ഞ് 5 മണിക്ക് ഇറങ്ങുമ്പോൾ നേരെ വന്ന് 2 പാക്കറ്റ് അങ്ങോട്ട് വാങ്ങിക്കും. അങ്ങ് വീട്ടിൽ പോകും. അപ്പോൾ രാത്രി വീട്ടിൽ പോയി അടുക്കള തുറന്ന് പിന്നെ പാചകം ചെയ്ത് പിന്നെ എടുക്കണ്ട. ഈ കൊണ്ടുപോകുന്ന സാധനം അങ്ങ് കൊടുത്താൽ മതി. 3 പൊതി വാങ്ങിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സെക്രട്ടറിയിലുള്ളവർ പറഞ്ഞു, സെക്രട്ടേറിയറ്റിന് നടക്കൊരു ബസ് ഒരു ജീപ്പ് കൊണ്ടിടണം, ഒരു വാൻ. അപ്പോൾ അവിടെ കൊണ്ടിട്ടു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞു, അവിടെ ഒരു വാൻ കൊണ്ടിടണം. കാര്യം ഈ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് രോഗികൾക്ക് മരുന്ന് മറ്റതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ കയ്യിലില്ല ആഹാരം കഴിക്കാൻ. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണമെന്നത്. അങ്ങനെ ഒരു വാൻ നേരെ മെഡിക്കൽ കോളേജിൽ പോകും, ഒരു വാൻ നേരെ സെക്രട്ടേറിയറ്റിനോട് പോകും, ഒരു വാൻ പിന്നീട് തമ്പാനൂർ പോകാൻ തുടങ്ങി. ഇതങ്ങോട്ട് വിജയിച്ച് കഴിഞ്ഞപ്പോൾ മറ്റ് ജയിലുകളിലോട്ട് വ്യാപിച്ചു. വിയൂർ ജയിൽ, കണ്ണൂർ ജയിൽ, മറ്റ് ജയിലുകളിലോട്ട് വ്യാപിച്ചു. അങ്ങനെ വന്നപ്പോൾ അന്ന് ജയിലിൻ്റെ ആകെ വരുമാനം 40 ലക്ഷം രൂപയാണ്. ഞാൻ ഈ ബിസിനസ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോൾ 1.5 കോടി രൂപ കിട്ടി. 1.5 കോടി രൂപ കിട്ടിയപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, സാറേ 32 രൂപ ആണ് അവൻ്റെ കൂലി. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയും വില കുറച്ച് ആഹാരം കൊടുക്കുകയില്ലേ, അവൻ്റെ കൂലി 160 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞു 120 ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ഇരട്ടിയാക്കി. 32 കൂലി 4 ഇരട്ടിയാക്കി 124 കൊണ്ട് ഫിറ്റ് ചെയ്തു. ഉമ്മൻചാണ്ടിയാണ് ആദ്യം 3 ഇരട്ടിയായിട്ട് കൂലി വർദ്ധിപ്പിക്കുന്നത്. അത് പിന്നീട് 165 ആക്കി. അതാണിപ്പം 630 ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ കേസ് പോയി. സുപ്രീം കോടതി പറഞ്ഞു, തടവുകാരനെ പിടിച്ചിട്ടിട്ട് കുറഞ്ഞ കൂലിക്ക് അവനെ ജോലി ചെയ്യിപ്പിച്ചിട്ട് ഈ ഗവൺമെൻറ് വരുമാനം ഉണ്ടാക്കരുത്. അത് ഫോഴ്സ് ലേബറാണ്, അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അവന് മാന്യമായി കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കിയത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്. നരേന്ദ്രമോദി അന്ന് മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഈ വരുമാനം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. അത് 16 കോടി രൂപ വരെ എത്തി. ഇപ്പോൾ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അതിൽ വക കൊള്ളിക്കാത്ത ഒരു 16 കോടി രൂപ സർക്കാരിലേക്ക് വരികയാണ്. പണ്ട് ഖജനാവ് പൂട്ടുമായിരുന്നു. ഫ്രീഡം ഫുഡും മറ്റ് ഈ 5-8 പരിപാടികളുണ്ട്. കേക്ക് പരിപാടി തൃശ്ശൂർ, കണ്ണൂർ ജയിലിലാണെങ്കിൽ മറ്റൊരുപാട് ബിരിയാണി ഉൾപ്പെടെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്ത് അത് കറക്കി വിൽക്കുന്ന പരിപാടിയുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ, ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ 16 കോടിയുടെ വരുമാനമായപ്പോൾ ഈ തടവുകാരന് കിട്ടുന്ന വരുമാനം 160 രൂപയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഈ ഇവരുടെ കൂലി 300 രൂപയാക്കി, കേരളത്തിൻ്റെ ഡബിളാക്കി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ സമയത്ത് കേരളത്തിലെ DGP ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു, ഇവരുടെ കൂലി കർണാടകത്തെ കളിച്ചിരിയോട് കൂട്ടി ഒരു 300 ആക്കി കൊടുക്കണം. അതിന് അനുസരിച്ച് ഗവൺമെൻറ് അതിൻ്റെ കണക്കുകളെടുത്തു. ഞാൻ ജയിൽ DGP ആയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ജയിൽ റിഫോംസ് കമ്മീഷൻ ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ശമ്പളവും വേണ്ട, ഒരു പൈസ വേണ്ട, എനിക്ക് ഫോണും വേണ്ട, കാറും വേണ്ട, പോലീസുകാരും വേണ്ട. ഞാൻ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഞാൻ 300 പേജുള്ള റിപ്പോർട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കൊണ്ട് കൊടുത്തു, ഒരു പൈസ പോലും വാങ്ങിക്കാതെ. അതിനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു, ഈ ശമ്പള വർധനവ് കൊടുക്കണം. കാര്യം അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെന്ന് അത് ഗവൺമെൻറ് പൈസ എടുക്കുന്നത് ശരിയല്ല, അവന് അതിൻ്റെ ഒരു പ്രതിഫലം കൊടുക്കണമെന്ന് റിപ്പോർട്ട് കൊടുത്തു. 2017 കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പോൾ 2017 ശേഷം ശമ്പള റിവിഷൻ നടന്നിട്ടേ ഇല്ല, ഈ ഇവരുടെ വേതന വർധനവ് നടന്നിട്ടേ ഇല്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി.
ആ കേസ് രാജ്കോട്ടിലെ അവർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്താണ്. അതെ. അതിൽ സുപ്രീം കോടതി പറഞ്ഞു ശമ്പളം മാന്യമായ രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന്. അപ്പോൾ 2017 3 കൊല്ലം കൂടി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത് 2017 ശേഷം 8 വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ 3 തവണ വർദ്ധിപ്പിക്കാനുള്ള സമയമായി. 3 വർഷത്തിൽ ഒരിക്കൽ വർദ്ധിപ്പിക്കണമെന്ന്. അപ്പം 160 രൂപ 3 വർഷത്തിലേക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇപ്പം 3ാമത്തെ വർധനമാണ് ഇപ്പോൾ വരുന്നത്. അത് 3 ഡബിളിങ് കഴിയുമ്പോൾ നാച്ചുറലി 640 ആവും. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രി ഒരു റിവിഷൻ നടത്തിയാണ് 640. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട 2-3 കാര്യമുണ്ട്. ഒന്ന്, അവൻ്റെ വേതനം വർദ്ധിപ്പിക്കുന്നത് അവനല്ല കിട്ടുന്നത്. അപ്പം സുപ്രീം കോടതി വിധിച്ചിരുന്നു ഒരു വിക്ടിം കോമ്പൻസേഷൻ. ഒരാളെ കൊന്നു, ഒരാളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, ഒരാളുടെ കടയടിച്ച് തകർത്തു. അപ്പം അതിന് ആ വിക്ടിമിനൊരു കോമ്പൻസേഷൻ പ്രഖ്യാപിക്കും. ആ കോമ്പൻസേഷൻ പ്രഖ്യാപിക്കുന്നത് ഈ പ്രതി കൊടുത്തില്ലെങ്കിൽ പ്രതി ഒരു അഡീഷണൽ 6 വർഷം കൂടി തടവിൽ കിടക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കൺകറൻ്റാണ്. ഒരാൾ 20 കൊല്ലം 10 കൊല്ലം 32 ഇങ്ങനെ പല പല ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിലേറ്റവും നീളം കൂടിയത് ഏതാണോ അത് മാത്രം കിടന്നാൽ മതി. അപ്പോൾ എന്ത് പറ്റും? എഫക്റ്റീവ്ലി ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കൊടുത്തില്ലെങ്കിൽ അകത്ത് കിടക്കേണ്ട കാലം അവൻ കിടക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഒരു അപകടമാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇപ്പോൾ അവന് 160 രൂപ കിട്ടുന്നു. ഈ 160 രൂപയ്ക്കകത്തുനിന്ന് പകുതി പൈസ അവൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ചിലവും കഴിഞ്ഞ് വിക്ടിമിന് കൊടുക്കാൻ ഒരു പൈസയില്ല. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ വിക്ടിം കോമ്പൻസേഷൻ നടക്കുന്നില്ല. പിന്നെ സ്വത്തുള്ളവനാണെങ്കിൽ അവൻ്റെ സ്വത്ത് പിടിക്കാം. ഈ പ്രതീകമായിട്ട് കിടക്കുന്നതിന് 95% ഒരു സ്വത്തുമില്ല. പിന്നെ അവൻ്റെ ഭാര്യയും മക്കളെ കിടന്ന് അടിച്ചിറങ്ങി റോഡിൽ വിട്ടിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അപ്പോൾ ഈ 160 രൂപക്കകത്തുനിന്ന് ഈ വീട്ടിലേക്കുള്ള പൈസ അയച്ചു കഴിഞ്ഞാൽ ബാക്കി അവൻ്റെ ചിലവ് ജയിലിലെ ചിലവും കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും കിട്ടാതായപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? 630 രൂപ ആക്കിയെന്ന് വെച്ചോ. അതിൽ 30% ഈ വിക്ടിം ആരെ കൊന്നിട്ടുണ്ടോ, ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, വീടടിച്ച് തകർത്തിട്ടുണ്ടോ, കാർ അടിച്ച് തകർത്തിട്ടുണ്ടോ, ആ വിക്ടിമിന് കോമ്പൻസേഷൻ പോവാണ്. അത് അവന് കിട്ടുന്നില്ല. 30% അവനുണ്ടാക്കുന്നതിന് 50% അവൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇഞ്ഞ് ജയിലിൽ വന്നു കഴിയുമ്പോൾ വീട്ടിൽ ചിലവില്ല. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ആദ്യം ഇവൻ ജോലി ചെയ്ത് കിട്ടുന്നതിനകത്ത് 3000 രൂപ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഭാര്യയ്ക്കും മക്കൾക്കും കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു വക കിട്ടി. ഡയറക്റ്റ് ജയിലിൽ നിന്ന് അയക്കും. ഡയറക്റ്റ് ജയിലിൽ നിന്ന് മണി ഓർഡർ ഫോം വാങ്ങിച്ചിട്ട് ഇവൻ്റെ തുകയിൽ നിന്ന് നേരിട്ട് അവൻ്റെ ഭാര്യയുടെ അമ്മയുടെ നമ്പർ വാങ്ങിക്കും. ഭാര്യയും മക്കളുള്ളതാണെങ്കിൽ ഭാര്യയ്ക്ക് പോകും, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പോകും. അപ്പോൾ നേരെ 3000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഈ 3000 രൂപയുടെ വന്നതോടുകൂടി ഭാര്യമാർ ഈ പൈസ കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ തടവുകാരുടെ ഭാര്യമാർ വനിതാ ജയിലിൽ തടവുകാരായിട്ട് വരുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ വരുമ്പോൾ 340 വനിതാ തടവുകാരുണ്ടായിരുന്നു. ഇപ്പോൾ വനിതാ തടവുകാരുടെ എണ്ണം 70 എണ്ണമാണ് തിരുവനന്തപുരം ജയിലിലെ. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അത് കഴിഞ്ഞ് ശ്രീമതി ടീച്ചർ വെൽഫെയർ മന്ത്രിയായിട്ട്, ആരോഗ്യവകുപ്പും വെൽഫെയർ മന്ത്രിയായിരുന്നു. അപ്പം ഞാൻ ശ്രീമതി ടീച്ചറിനെ സമീപിച്ചു. ശ്രീമതി ടീച്ചറിനെ ഞാൻ കണ്ണൂർ SP DG ആയിരുന്നുള്ള ശ്രീമതി ടീച്ചറിനെ എനിക്കറിയാം. ശ്രീമതി ടീച്ചർ എന്ത് ചെയ്തു? ശ്രീമതി ടീച്ചർ പറഞ്ഞു, ബിലോ പോവർട്ടി ലൈനുള്ള ഒരു തടവുകാരനാണെങ്കിൽ ആ തടവുകാരൻ്റെ 10ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടിക്ക് 500 രൂപ ഒരു മാസവും 10ാം ക്ലാസ്സിന് മുകളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ ഒരു മാസവും ഇവൻ്റെ വരുമാനത്തിൽ നിന്ന് പോവാണ്. അപ്പോൾ എന്ത് പറ്റി? ഈ തടവുകാരുടെ മക്കൾ കുറ്റവാളികളായി ജുവനൈൽ ഹോമിൽ വരുന്ന ദുർഗുണ പരിവാര പാഠശാലയിൽ വരുന്ന പരിപാടി അവസാനിച്ചു. അപ്പോൾ തടവുകാരുടെ മക്കൾ ശിശുക്കളുടെ ജയിലിൽ വരിക, ഭാര്യമാർ വനിതാ ജയിലിൽ വരിക, ഈ പ്രോസസ് നിർത്തി. അപ്പോൾ ഈ തടവുകാരന് ഈ പൈസ കൂട്ടി കൊടുക്കുന്നതിനകത്തുനിന്ന് 50% അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിനാണ് പോകുന്നത്. 30% അവൻ ആരെയാണോ ആക്രമിച്ചത് അതിന് കോടതി പറഞ്ഞ കോമ്പൻസേഷനിലാണ് പോകുന്നത്. ഇപ്പോൾ കോമ്പൻസേഷൻ പകരം കിടക്കാമെന്ന തടവ് അവന് കിട്ടുന്നില്ല. കാര്യം ഏറ്റവും വലിയ അനുഭവിച്ചാൽ മതി. അതിനിടയ്ക്കാണ് മറ്റേ വകുപ്പുകളൊക്കെ ശിക്ഷ വരുന്നത്. അപ്പോൾ അവനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ വിക്ടിമിന് ഇപ്പോൾ കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ കുടുംബത്തിൽ 50%, വിക്ടിമിന് 30% പോയി കഴിഞ്ഞാൽ ബാക്കി 20% ഇവൻ്റെ ചിലവിനേ ഉള്ളൂ. ഇവന് ആഹാരം കിട്ടും, അവൻ്റെ ജയിലിലെ നമ്പർ വെച്ച് തുണിയും കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവന് പേസ്റ്റ് വാങ്ങിക്കണം, അവന് ഷേവിങ് കിറ്റ് വാങ്ങിക്കണം, അവന് വസ്ത്രം വാങ്ങിക്കണം, മനസ്സിലാവുന്നുണ്ടോ? അവനൊരു സമ്മാനം ആർക്കെങ്കിലും അയക്കണം, മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ കുട്ടിക്ക് ഒരു ജന്മദിന ഇത് അയക്കണം. അത് ഈ പൈസ തന്നെ അയക്കാൻ പറ്റുള്ളൂ. ജയിലിനകത്ത് ക്യാൻറ്റീൻ ഉണ്ട്. ജയിലിനകത്ത് ക്യാൻറ്റീനിൽ നിന്ന് അവൻ ആഹാരം വാങ്ങിക്കാം. പണ്ടവിടെ ഗോതമ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഞാനാണ് അവർക്ക് ചപ്പാത്തിയാക്കി, പിന്നെ കറിയാക്കി, ചിക്കൻ കറിയാക്കി, മട്ടൻ കറിയാക്കി, ഒരു ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറി, 2 ദിവസം ചിക്കൻ കറി ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ സൗകര്യം വർദ്ധിച്ച ഒരാൾ ജയിലിൽ വരുമെന്ന് ചോദിച്ചാൽ ആരും വരില്ല. വള്ളത്തോൾ നാരായണമേനോൻ പണ്ട് പാടിയ പോലെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരൽ. അതിനകത്ത് കിടന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അവിടെ മറ്റൊരു തെറ്റിദ്ധാരണ, ജയിലിലോട്ട് വന്നോടെ രൂപ കിട്ടുമെന്നാണ്. ഇല്ല,
ജയിലിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ജയിലിൽ അങ്ങോട്ട് 10,400 പേരുണ്ട്. അതിൽ ഒരു 3,500 പേര് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്, കരുതൽ തടങ്കലാണ്. കരുതൽ തടങ്കലുള്ളവർക്ക് ജോലിയില്ല, കരുതൽ തടങ്കലുള്ളവർക്ക് ശമ്പളവുമില്ല. പിന്നെ ഒരു 3,000-ഓളം പേര് അവർ സിമ്പിൾ ഇംപ്രസൺമെൻ്റാണ്, ലഘു തടവുകാരാണ്. അവർക്ക് ജോലി ചെയ്യണ്ട, അവർക്ക് കൂലിയില്ല. അപ്പോൾ ഈ 10,400 പേരിൽ ഈ വർദ്ധിപ്പിച്ച 640 രൂപ കിട്ടുന്നത് 3,800 പേര് മാക്സിമം അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അവർക്ക് കിട്ടുമ്പോൾ അവർ 31 ദിവസം ജോലി നോക്കത്തില്ല. അവർക്ക് അതിനിടയ്ക്ക് വേറൊരു കോടതി സമൻസ് വരും, അവരെ കൊണ്ടങ്ങ് പോകും. പിന്നെ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ തന്നെ അവൻ റെസ്റ്റ് ചോദിക്കും, ചില ദിവസങ്ങളിൽ അവൻ റെസ്റ്റ് പോകും. അപ്പോൾ ഒരു തൊഴിലാളിക്ക്, ഒരു തടവുകാരന് ഒരു 20 ഡേയ്സിൽ കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ 20 ഡേയ്സിൽ അവന് ഈ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു 12,000 റുപ്പീസ് കിട്ടും. അതിൻ്റെ 30% 4,000 രൂപ വിക്ടിമിന് പോകും. അതിൻ്റെ 6,000 രൂപ അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോകും, അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പോകും. മനസ്സിലാവുന്നുണ്ട്? വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, ഈ പൈസ കിട്ടും. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ഇവനെ ഇട്ട് അവിടെ ഇട്ട് കുഴിയിലിട്ടാൽ പോരെ, സൗദി അറേബ്യയിൽ പോലെ കിണറ്റിലിട്ടാൽ പോരെ. സൗദി അറേബ്യ കിണറ്റിയിട്ടുണ്ട്, അവനോ നാടിനോ പഞ്ചായത്തിനോ കുടുംബത്തിനോ വിക്ടിമിനോ എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് പറയാം, അവൻ കുറ്റവാളിയല്ലേ, അവനെ പിടിച്ച് അകത്തിട്ടാൽ പോരെ എന്ന് പറയാം. അപ്പോൾ ഈ കേരളത്തിൽ ഇത്രയും പേര് വരുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിലെ പോലീസിൻ്റെയും കോടതിയുടെയും എഫക്റ്റീവ്നെസ്സാണ്. ഗുജറാത്തിൽ 1,800 പേരെ ഗുജറാത്ത് കലാപത്തിൽ കൊന്നു. 1,500 മുസ്ലിം ചത്തു, 300ഓളം ഹിന്ദുക്കളും ചത്തു. ആകെ ശിക്ഷിച്ചെത്രയെന്നറിയാമോ? 28 പേരെ. 200ഓളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗത്തെ ശിക്ഷിച്ചത് 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ. ബാക്കിയുള്ള കുറ്റവാളികളെ മാർച്ച് ചെയ്തങ്ങ് പോവാ വീട്ടിൽ. ഇന്ദിരാഗാന്ധിയെ കൊന്നു. കേരളത്തിൽ, ഇന്ത്യയിലെ 4,200 സിഖുകാരെയും സ്ത്രീകളെയും തീ വെച്ച് കൊന്നു. ശിക്ഷിക്കപ്പെട്ടാരെന്നറിയാമോ? ഒരു കോൺഗ്രസ് നേതാവിന്, ഒറ്റ കോൺഗ്രസ് നേതാവിന്. പിന്നെ ഒരു 42-44 പേർക്ക് ശിക്ഷ കിട്ടി. ബാക്കി 4,000 പേരെ കൊന്നവൻ സുഖമായിട്ട് അവൻ വീട്ടിൽ പോയി ജീവിക്കുകയാണ്. കേരളത്തിൽ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ, കേരളത്തിൽ 2002 ശേഷം ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ 26% പേർ കൺവിക്ഷൻ ആകുമ്പോൾ കേരളത്തിൽ 74% കൺവിക്ഷൻ റേറ്റ്. അത് പോലീസിൻ്റെ എഫക്റ്റീവ്നെസ്സാണ്. പോലീസ് കഴിഞ്ഞ് 24 വർഷമായിട്ട് കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. IB റേറ്റിങ്ങിൽ, ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ റേറ്റിങ്ങിൽ പത്രങ്ങൾ 32 പത്രങ്ങൾ ചെയ്തിട്ട് പോലീസിനെ റേറ്റ് ചെയ്യും. അതിൽ 2002 ശേഷം 2025 വരെ കണ്ടിന്യൂസ് ആയിട്ട് 23 വർഷം കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. പിന്നെ കൺവിക്ഷൻ റേറ്റിൽ കേരളത്തിലെ ജഡ്ജിമാരാണ് ഏറ്റവും ബെസ്റ്റ് കൺവിക്ഷൻ റേറ്റ്. കഴിവുണ്ടെങ്കിൽ, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചിരിക്കും. ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനമൊന്നുമല്ല, എന്തെങ്കിലും വകുപ്പ് പറഞ്ഞ് പ്രതിയെ അങ്ങ് തുറന്നു വിടും. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് പോലീസും ബെസ്റ്റ് ജുഡീഷ്യറികളുണ്ട്. 74% ആളുകൾ കൺവിക്ഷൻ ആവും. അതുകൊണ്ടാണ് കേരളത്തിൽ 10,400 പേര് കിടക്കുന്നത്. അതിൽ ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ 3,800 മാത്രമേ ഉള്ളൂ ഇത് ആപ്ലിക്കബിൾ. അപ്പോൾ ജയിലിലോട്ട് കയറി ഉടനെ എല്ലാം കിട്ടും. എന്നാൽ പിന്നെ ഇത്രയും കിട്ടും, നമുക്ക് ജയിലിൽ പൊക്കളയാം. അത് ന്യായം ശരിയല്ല. പിന്നെ ഉടനെ എല്ലാവരും ചോദിക്കും, മറ്റേ തൊഴിലാളി കൊടുത്തില്ലേ, ഈ നമ്മുടെ സമരം ചെയ്തവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും. സമരം ചെയ്തവർക്ക് കൊടുത്തത് ഇത്ര ഉള്ളതുകൊണ്ട് ഇവനെ അത് കുറയ്ക്കണമെന്നല്ല വാദിക്കേണ്ടത്. സമരം ചെയ്തവർക്ക് കൊടുത്തത് കൊണ്ട് അവർക്കും ഇത്രയും ആക്കി കൊടുക്കണമെന്ന് നമ്മൾ വാദിക്കേണ്ടത്. പിന്നെ മറ്റവർ രാവിലെ എഴുന്നേറ്റ് 9 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ജോലി ചെയ്യും, 4-5 മണിക്കൂർ ജോലി ചെയ്യും. അക്ഷയ ആണേലും നമ്മുടെ എം ജി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആണേലും ഒക്കെ ദേ വർക്ക് ഫോർ അബൌട്ട് 5 hours. ജയിൽ തടവറ അങ്ങനെയല്ല, ദേ വർക്ക് ഫോർ 24 hours. രാത്രി 9 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ജയിലിൽ നിന്ന് 10 ലക്ഷം ചപ്പാത്തി രാവിലെ റെഡിയായി വരുന്നത്. പകൽ മുഴുവൻ വെളുപ്പാകാലാകുമ്പോൾ ഇഡ്ഡലി റെഡിയാവണം, 1000കണക്കിന് ഇഡ്ഡലി. ഉച്ചയാകുമ്പോഴത്തേന് ബിരിയാണി റെഡിയാവണം, മനസ്സിലായി, 5000 ബിരിയാണി റെഡിയാവണം. തൃശ്ശൂർ കേക്ക് പോകുന്നത് 1000കണക്കിന് കേക്കാണ് പോകുന്നത്. കണ്ണൂർ ജയിലിൽ നിന്ന് ബിരിയാണി പോകുന്നത് 1000കണക്കിന് ബിരിയാണിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ 24 hours പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇഡ്ഡലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ആവശ്യം, അപ്പോൾ അതിന് വെളുപ്പാങ്കാലത്ത് പ്രൊഡക്ഷൻ തുടങ്ങും. ബിരിയാണി ഉച്ചയ്ക്കാണ്, അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ബിരിയാണി പ്രൊഡക്ഷനാണ്. ഈവനിങ് ആകുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോകുന്നത്. പിന്നെ തൃശ്ശൂർ ജയിലിലൊക്കെ ആണെങ്കിൽ അവിടെ സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കും മാതാപിതാക്കൾക്കും വന്നിരിക്കും ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പാർക്കുട്ടി എഴുത്താരുമ പാർക്ക്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ആഹാരം കഴിക്കുകയാണ്. സാർ ഇത് പറയുമ്പോഴേ, നമ്മുടെ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മാസ്ക്, കോവിഡിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ മാസ്ക് ഉണ്ടാക്കിയ ജയിലിൽ നിന്നാണ്. അതുപോലെ അപ്പം എന്ത് ചെയ്തു, പണ്ട് എല്ലാം കൂടെ ഒരു 4-5 ട്രേഡ് മാത്രമേ പഠിപ്പിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 38 ട്രേഡാണ് ജയിലിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വനിതാ ജയിലിൽ വരുന്നവരെല്ലാം സ്റ്റിച്ചിങ് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ പോകുമ്പോൾ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് ജയിലിൻ്റെ ജീപ്പിൽ വെച്ചിട്ട് ആ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുവരെ ശരീരം വരെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ അതിനുശേഷം
കൈത്തറി എടുത്തിട്ട് തയ്ച്ച് റെഡിമെയ്ഡ് മാർക്കറ്റിലോട്ട് വിറ്റിട്ട് ആ സാരി സുഖമായിട്ട് ജീവിക്കുകയാണ്. എംബ്രോയ്ഡറി പഠിപ്പിച്ചു, കോയിൻസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവർ സ്വന്തമായിട്ട് ജീവിക്കുകയാണ്. കുറേയേറെ തടവുകാരെ ഞങ്ങൾ ടാപ്പിംഗ് പഠിപ്പിച്ചു. 200 ഏക്കർ ഭൂമിയുണ്ട് നമ്മുടെ ഓപ്പൺ ജയിലിൽ, നെടുങ്കാലത്ത് ഓപ്പൺ ജയിലിൽ. അപ്പോൾ ഓരോ തടവുകാർ റിലീസാകുമ്പോഴത്തേന് ഇവിടുത്തെ വലിയ വലിയ എസ്റ്റേറ്റിൽ തൊഴിലാളി ക്ഷാമമാണ്. ആ എസ്റ്റേറ്റിൽ അവർ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് നേരെ അവിടെ വരും. നേരെ അവിടെ വന്നിട്ട് ഇവരെ നേരെ കൊണ്ടുപോവുക. അപ്പോൾ ഈ രാത്രിയിൽ എസ്റ്റേറ്റിൽ ഒരു കാവലായി. കാര്യം ഈ തടവുകാരന് നാട്ടിൽ പോയാൽ അവൻ കൊന്ന ആൾക്കാർ ഇവനെ കൊല്ലും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എസ്റ്റേറ്റിൽ അവന് താമസിക്കാം. സുഖതാമസം, സുഖഭക്ഷണം. പിന്നെ ഈ എസ്റ്റേറ്റുകാരന് 2 ഗുണമാണ്. ഒന്നിവൻ ടാപ്പ് ചെയ്തോളും, കാര്യം ഇവിടെ നിന്ന് ടാപ്പിംഗ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. 2 രാത്രിയിൽ അവിടെ ഒരു കാവലായി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഞാൻ ആസാദ് ഹോട്ടലിൽ ചെന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് ചെന്നു. ഞാനവിടെ ഇരിക്കുമ്പം ഈ ആഹാരം സപ്ലൈ ആവുള്ള നേരെ വന്ന് എൻ്റെ കാലെത്തിട്ട് വന്നു. ഞാൻ നീ തന്നെ എൻ്റെ കാലെത്തിട്ട് വന്നിരിക്കുന്നത്. സാറേ, ഞാൻ സെൻട്രൽ ജയിലിൽ തടവുകാരനായിരുന്നു. ഞാൻ അവിടെ വെച്ചാണ് ഈ കുക്കിങ് പഠിച്ചത്, ഈ ചപ്പാത്തി കൊണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഓരോ തടവുകാർ വിടുമ്പോഴത്തേനെ ഈ കുക്കിങ്ങിൽ ഏർപ്പെട്ട തടവുകാർക്ക് നേരത്തെ ഹോട്ടലുകാർ വിളിച്ച് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തിട്ട് അവിടെ വന്ന് ഈ തടവുകാരനെ കണ്ടെല്ലാം എഗ്രി ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ അങ്ങ് ഹോട്ടലിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ ആസാദ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ തടവുകാരനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്? അയാൾ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കത് മനസ്സിലായത്. അയാൾ പറഞ്ഞു, സാറേ, ഇവൻ നല്ലപോലെ കുക്ക് ചെയ്യുന്നു. സാറിൻ്റെ ലെറ്ററുടെ ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത്. എനിക്ക് അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് വേണോ? 2, ഇവന് ഈ ഹോട്ടലിൽ ആരെങ്കിലും ഒരാൾ ബഹളം വെച്ചാൽ ഇവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ചന്ദ്രനാണ്, 2 പേരെ കൊന്നവനാണ്. ഇവിടെ കിടന്ന് ബഹളം വെച്ചുണ്ടല്ലോ, പിന്നെ ബഹളം ഉണ്ടാക്കിയില്ല. കാര്യം ഒരു കുറ്റവാളി ആണ് ഈ ബഹളം ഉണ്ടാക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അവൻ അടങ്ങി ഇരുന്നോളും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ രാത്രിയിൽ ഇവൻ നാട്ടിൽ പോകത്തില്ല. അവൻ സ്വന്തം നാട്ടിൽ പോയാൽ ചിലപ്പം മറ്റുള്ള. അപ്പോൾ ഇവൻ രാത്രി കിടന്ന് ഉറങ്ങുക. അപ്പോൾ എനിക്ക് വേറൊരു ഒരു വാച്ചറ വെക്കേണ്ട ആവശ്യമില്ല. വാച്ചറ വെച്ച് അവന് ദിവസം 1500 വെച്ച് കൊടുക്കണം. ഇവൻ രാത്രി ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുകയല്ലേ, പ്രൊട്ടക്ഷനായി. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഈ ഒരു വ്യവസായിയുടെ തലച്ചോറിൽ പോകുന്ന ബുദ്ധി നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ നമുക്കില്ല. അപ്പോൾ ഇങ്ങനൊരു വലിയ ഹോട്ടലുകളൊക്കെ ഒരു വലിയ പാചകക്കാരുടെ നിര വന്നു ഈ ജയിലിൽ നിന്നുള്ള ഈ പരിപാടി കാരണം. സാറേ, ഇപ്പോൾ വേതന വർധന ഇപ്പോൾ ഒരു വിവാദം ആക്കി. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ്, വേറെ വിഷയമില്ല. ഒരു പ്രമുഖ പത്രമാണ് ഇത് ഈ ആശാമാരുടെ വേതനവുമായി താരതമ്യം ചെയ്ത് കണ്ട് ഇതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിന് മുമ്പേ നമ്മൾ ജയിലിൽ സാധാരണ എല്ലാവരും പറയുന്നത് ജയിലിൽ പോയി ഗോതമ്പുണ്ട കഴിക്കാമെന്ന് പറയും. പക്ഷേ ഗോതമ്പുണ്ട ഇപ്പോൾ ജയിലിലില്ല. ഇതിൻ്റെ മുമ്പേ എത്രയോ തവണ ജയിലിലെ മെനു പരിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇപ്പം കൊടുക്കുന്നത്. സാറുള്ള സമയത്ത് തന്നെയാണ് ഇതിൻ്റെ മെനു ഏറ്റവും നന്നായി പരിഷ്കരിക്കുന്നത്. പക്ഷെ അന്നൊന്നും അതൊരു വിവാദമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊരു ടൈമിലിൻ്റെ പ്രശ്നമുണ്ടോ? അതല്ല, ഞാൻ ഈ ജയിലിലെ ഇത് റിഫോം ചെയ്തു. അത് കഴിഞ്ഞ് ബെഹ്റ DGP ജയിൽ DGP ആയി. ബെഹ്റ എന്തെന്നറിയാമോ? ബെഹ്റ പെട്രോൾ പമ്പ് തുടങ്ങി. ഈ തടവുകാർ വെച്ച് പെട്രോൾ പമ്പ്, ഭയങ്കര വരുമാനം. അത് കഴിഞ്ഞ് അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി. അപ്പോൾ സാധാരണ ഒരു ഹോട്ടലിൽ കയറിയാൽ യു ടു പേ 600-700 രൂപ ചിലവാകും. ഇവിടെ വന്ന് നല്ല രുചിയുള്ള ആഹാര സാധനങ്ങൾ കിട്ടും. 150 രൂപ മുടക്കിയാൽ നമുക്ക് ആഹാരം ഭംഗിയായിട്ട് കഴിക്കാം, ക്ലീൻ ആഹാരം. അത് ശ്രീലേഖ അവിടെ DGP ആയിരുന്നു. ശ്രീലേഖ എന്തെന്നറിയാമോ? ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി. മറ്റേത് പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു, അവിടെ ഇരുന്ന് കഴിക്കാൻ. ഇപ്പോൾ ബെഹ്റയും ശ്രീലേഖയും തുടങ്ങി വെച്ച ഈ 2 പരിപാടികൾ കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടി, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എന്ത് പറ്റി? ഇതെല്ലാം ജയിലിന് വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് പണ്ട് 40 ലക്ഷം രൂപ ആകെ വരുമാനം കിട്ടും, ബാക്കി മുഴുവൻ സർക്കാരിൻ്റെ ചിലവിൽ നിന്നാണ് ജയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 16 കോടി രൂപ നെറ്റ് ഇൻകം കിട്ടി. പക്ഷേ ആ നെറ്റ് ഇൻകത്തിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. 8 രൂപയുടെ ചപ്പാത്തി 2 രൂപയ്ക്കും, 30 രൂപയുടെ കറി 10 രൂപയ്ക്കും, 100 രൂപയുടെ ചിക്കൻ കറി 20 രൂപയ്ക്കും കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് 100 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ അവർ 100 കോടി രൂപ മുടക്കേണ്ടി വന്നതിനായിരുന്നു. അവർക്ക് വീട്ടിൽ കുക്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ഓട്ടോറിക്ഷക്കാർക്കും ലോഡ്ജിൽ താമസിക്കുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾ തിരിച്ചു വരുമ്പോൾ 2 പാക്കറ്റ് മഞ്ഞൾ വീട്ടിൽ പോയാൽ അവർക്ക് പിന്നെയും രാത്രി കിടന്ന് കുക്ക് ചെയ്യുന്ന പരിപാടി എല്ലാം ഒഴിവായി. അപ്പോൾ ജനങ്ങൾക്ക് 100 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയ ശേഷമാണ് മിച്ചമായി 16 കോടി അക്കൗണ്ടിൽ വരുന്നത്. ബഡ്ജറ്റിലില്ലാത്ത 16 കോടി അവനുണ്ടാക്കുന്ന ആ 16 കോടിയിൽ നിന്നാണ് അവന് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ പൈസയോ ഈ കിടന്ന് ആക്വിസേഷൻ ഉണ്ടാക്കുന്ന ഒരാളിൻ്റെയും പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോയിട്ടില്ല. അവനുണ്ടാക്കിയ പൈസയ്ക്ക് അവന് 100 കോടി രൂപ ജനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിയിട്ട് അവൻ ചെയ്ത കൂലിയുടെ ഒരു ഭാഗമാണ് ഈ 16 കോടി വരുമാനം വന്നത്. ആ 16 കോടിയിൽ നിന്ന് അവന് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിനകത്ത് 30% അവൻ ആക്രമിച്ച് വിക്ടിമിനാണ് പോകുന്നത്. വിക്ടിമിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് പോകുന്നത്. 50% അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കോ പോകുന്നത്. അവർ സംരക്ഷിക്കുക. 20% അവൻ്റെ ചിലവിനേ ഉള്ളൂ.
അപ്പോൾ തടവുകാരൻ ഒന്നും കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, അവൻ നാട്ടുകാരെ സെർവ് ചെയ്തിട്ട് അവൻ ജയിലിനുണ്ടാക്കുന്ന ലാഭം, അതിൻ്റെ ഒരു വീതം അവന് പോകുന്നുള്ളൂ. അല്ലാതെ സർക്കാരിൽ നിന്ന് പൈസ കൊടുത്തു എന്നുള്ളതാണ്. മറ്റേ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആശാവർക്കർമാർക്ക് അത്രയേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ജയിലിൽ അവരുടെ കൂലി കുറയ്ക്കണമെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ജയിലിൽ അവർക്ക് കൊടുക്കുന്ന എത്രയാണോ അത്രയും ആശാവർക്കർമാരുടെ കൂലി വർദ്ധിപ്പിക്കണം. അപ്പോൾ ആശാവർക്കർമാർ കഴിഞ്ഞ് 7 തവണയായിട്ട് സംസ്ഥാന ഗവൺമെൻറ് 7 തവണയായിട്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കേരളത്തിൽ ആശാവർക്കർമാർക്കാണ്. അത്രയും ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് കൂട്ടി കൊടുക്കണം. അപ്പോൾ 7 തവണ സംസ്ഥാനം കൂട്ടിയപ്പോഴും കേന്ദ്രം കൂട്ടിയിട്ടില്ല. സംസ്ഥാനം 7 തവണ കൂട്ടിയപ്പോൾ എത്ര കൂട്ടിയോ അത്രയും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താൽ ഈ ജയിൽ തടവാരുടെ അത്രയും കൂലി ആശാവർക്കർമാർക്ക് കിട്ടും. അതാണ് ആശാവർക്കർമാർ ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ജയിലിലെ തടവുകാരുടെ ഭക്ഷണത്തിൽ പരിഷ്കാരം വരുത്തി അത് സംബന്ധിച്ച് അപ്പോൾ ജയിലിൽ തടവുകാരുടെ ഭക്ഷണത്തിന് തരാൻ വരുത്തും. പണ്ട് ഗോതമ്പുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പുണ്ട ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ സർഫസ് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇവർ തിന്നാനിരിക്കുമ്പോൾ അതെല്ലാം കൂടെ തൊലി ഇങ്ങനെ കുറച്ച് താപ്പോട്ടിടും. പിന്നെ അങ്ങോട്ട് അകത്ത് ചെല്ലുമ്പോൾ അകത്ത സ്ഥലം വേവുകയില്ല, മാവാ, അതും എടുത്ത് കളയും. രാവിലെ ഞാനൊരു ദിവസം അവിടെ ജയിൽ കാണാൻ പോയപ്പോൾ ഒരു 10-100 കാക്കകളും പ്രാവുകളും ഇങ്ങനെ വന്നിട്ട് തിന്നുക. ഞാൻ വെച്ചാൽ എന്തോ ഈ സാധനം? അതെ സാറേ, ഗോതമ്പെണ്ണ കൊടുക്കുമ്പോൾ എൻ്റെ സർഫസ് അങ്ങ് കരിഞ്ഞു പോകും, അത് പറിച്ച് താഴെ ഇടും, പിന്നെ ഉള്ളു വേവത്തില്ല, അതാണ് ഈ പക്ഷികൾ തിന്നുന്നത് പറഞ്ഞു. അപ്പോൾ 200 ഗ്രാമാണ് ഒരു ഗോതമ്പുണ്ട, പക്ഷേ ഇവന് കിട്ടുന്നത് 100 ഗ്രാമേ കിട്ടൂ. അപ്പോഴാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആശയം എനിക്ക് വന്നത്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആശയം വന്ന് മെഷീൻ കൊടുത്ത് വരുത്തി ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 5 ചപ്പാത്തി അവന് കിട്ടുമ്പോൾ അവന് കറക്റ്റ് അവന് കിട്ടേണ്ട 200 ഗ്രാം ഫുഡ് കിട്ടും, വേസ്റ്റേജ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുമാണ് ഈ ഗോതമ്പുണ്ടയുടെ കൂടെ കറിയൊന്നും വേണ്ട, ഇവന് ഗോതമ്പുണ്ട കടിച്ചൊക്കെ തിന്നുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കറി വേണം. അപ്പോൾ ഞാൻ കറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം മട്ടൺ കറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു ആട് വളർത്തൽ ഫാം തുടങ്ങി ജയിലിനകത്ത്. അപ്പം ആടിനെ പുറത്ത് വാങ്ങിക്കണ്ട, അതിനെ കട്ട് ചെയ്തിട്ട് ലേലം വിളിച്ച് വിൽക്കുന്ന പകരം ജയിലിനകത്ത് അങ്ങ് കൊടുക്കുക. 5000 കോഴിയെ വളർത്തുന്നുണ്ട്. ആ കോഴിയുടെ ചിക്കൻ കറി അവിടെ തന്നെ കൊടുക്കുക ആദ്യം, പിന്നെയാണ് ഈ ചപ്പാത്തിയും കറിയും വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം മട്ടൺ, 2 ദിവസം ചിക്കൻ, പിന്നെ വെള്ളിയാഴ്ച വെച്ചുള്ള ബാക്കി എല്ലാ ദിവസവും നോൺ വെജിറ്റേറിയൻ കിട്ടി. അപ്പോൾ അവൻ്റെ ഫുഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഈ ചപ്പാത്തി എല്ലാ യൂണിറ്റിൽ വരുന്ന ആളുകൾക്ക് ഒരു പാക്കറ്റ് അവന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, നോർമൽ ഫുഡ് കൂടാതെ. അപ്പോൾ ജയിൽ സൂപ്രണ്ട് എന്തോ സാറേ ഈ പറയുന്നത്, ഈ 10 രൂപ 1500 ഓരോ പാക്കറ്റ് പോയാൽ നമ്മുടെ കുറേ പൈസ അങ്ങ് പോയില്ലേ സാറേ? നമ്മുടെ 20 രൂപയുടെ പാക്കറ്റ് ഒരെണ്ണം പോയി കഴിഞ്ഞാലേ നമുക്കൊരു 1000 പാക്കറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് അത്ര 20,000 രൂപ പോയില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതല്ല സൂപ്രണ്ട്, ഒരു കാര്യം മനസ്സിലായിക്കോണം, അവൻ അതിനകത്തുനിന്ന് ഒരു പൊതി കിട്ടും എന്നവന് മനസ്സിലായാൽ പിന്നെ അവനത് ഭംഗിയായിട്ട് ഉണ്ടാക്കും. കാര്യം ഏത് പൊതിയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാമല്ലോ. അല്ലെങ്കിൽ അവൻ ആഹാരത്തിനകത്ത് അവൻ തുപ്പി വെച്ച് എന്ത് ചെയ്യും? വല്ലപ്പൊടിയും കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ നോർമലി അവന് മോർണിംഗ് ലഞ്ച് ഈവനിങ്ങിൽ ഫുഡ് കിട്ടും. കൂടാതെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ കറി പ്ലസ് 5 ചപ്പാത്തി, മറ്റവനാണെങ്കിൽ ഇത് ഇഡ്ഡലി യൂണിറ്റിൽ നിൽക്കുന്നവന് 5 ഇഡ്ഡലി അതിൻ്റെ കറി അവന് ഫ്രീ, ബിരിയാണി യൂണിറ്റിൽ നിൽക്കുന്നവന് ഒരു ബിരിയാണി പാക്കറ്റ് ഫ്രീ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ നല്ല സേഫായിട്ട് ആഹാരം മാനുഫാക്ചർ ചെയ്തു. ഉണ്ടാക്കുന്ന ആഹാരം അവൻ വളരെ കൃത്യമായിട്ട് എടുത്തു. എന്നിട്ട് അവൻ ആഹാരം അവനിത് ഏത് പൊതിയാണ് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് അവനെല്ലാ പൊതിയും നല്ല ആത്മാർത്ഥതയുണ്ടാവും പണിയെടുത്തു. അപ്പോൾ ഇവിടെ യൂണിറ്റ് ചെയ്യുന്നവന് നോർമൽ ഫുഡ് കൂടാതെ ഇതിൻ്റെ ഒരു പാക്കറ്റ് കിട്ടും. അവൻ എന്താണോ ഉണ്ടാക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി, ചപ്പാത്തി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ആ ഒരു പാക്കറ്റ് അഡീഷണൽ കിട്ടിയവന് നോർമൽ ഫുഡ് കൂടാതെ. അല്ലാത്തവർക്ക് എന്തുണ്ടായി? നോർമൽ ഫണ്ട് കിട്ടി. എന്നിട്ട് ഇതല്ലാത്ത തടവുകാരുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഫാൻ കൊടുത്തു, എന്ത് ചെയ്തു? അവരുടെ കിടക്കാനുള്ള ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്തു, അവരുടെ ബാത്റൂം എല്ലാം ഇമ്പ്രൂവ് ചെയ്തു. അതിനകത്ത് ബയോഗ്യാസ് ഡയസ്റ്റർ ഉണ്ടാക്കി. അവിടെ മുഴുവൻ നാറ്റവും ബഹളമാണ്. ബയോഗ്യാസ് ഡയസ്റ്റർ ഉണ്ടാക്കിയോടുകൂടി അവരുടെ ഫേക്കൽ മാറ്റർ അങ്ങോട്ട് ക്ലിയർ ആക്കി, അത്രയും കറണ്ട് കിട്ടി. പിന്നെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് സോളാർ പാനൽ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് സോളാർ പാനൽ വിരിച്ചു. ആ സോളാർ പാനലാണ് ചപ്പാത്തി പരത്തുന്നത്, ചപ്പാത്തി കുഴയ്ക്കുന്നത്, ചപ്പാത്തി ചുടുന്നത്, കറി മുഴുവൻ ഉണ്ടാക്കുന്നത്. മറ്റേത് വിറക് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ട് പുകയ്ക്കുകയാണ്. അപ്പോൾ ജയിലിന് 20 അടി പൊക്കത്തിൽ മതിലാണ്. കാർബൺ ഡൈഓക്സൈഡ് ഈസ് ഹെവിയർ ദാൻ എയർ. അവിടെ എന്ത് പറ്റി? ഈ പുക പുറത്തു പോയില്ല. അങ്ങനെ ഈ തടവുകാർക്കൊക്കെ ചുമ, ലങ്സിൻ്റെ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ സോളാർ പാനൽ വിരിച്ചു കഴിഞ്ഞതോടുകൂടി ജയിലിലെ മുഴുവൻ കുക്കിങ്ങും സോളാർ പാനൽ പോയി. അപ്പോൾ പുകയില്ല, തടിയില്ല, കത്തിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ സിഗരറ്റ് വലിക്കുന്നെങ്കിൽ അവൻ്റെ പുക അല്ലാതെ ഒരു പുകയും ജയിലില്ല. അപ്പോൾ ജയിലിൽ അന്തരീക്ഷം ക്ലിയറായി. അപ്പോൾ സോളാർ പാനലാണ് ഇതിൻ്റെ ഊർജ്ജം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. സാറേ, ഇപ്പം പിണറായി വിജയൻ 10 വർഷം പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത്. അദ്ദേഹം തന്നെയാണ് ജയിൽ ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ 10 വർഷത്തിനിടയിൽ
ജയിൽ വകുപ്പിൽ വന്ന് ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു. അതിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന ഒരു ഓഫീസറാണ് താങ്കൾ. പിന്നീട് താങ്കൾ നേരത്തെ പറഞ്ഞവർ ഈ ജയിൽ പരിഷ്കരണ കമ്മീഷനായി പ്രവർത്തിച്ചു. 300ഓളം പേജുള്ള വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഈ 10 വർഷത്തിനിടെ ജയിലിൽ വന്ന വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്താണെന്ന് സാറിനൊന്ന്. അല്ലാതെ ഒരുപാട് പരിഷ്കാരങ്ങളാണ്. ഇപ്പോൾ ഈ മുള്ള കമ്മീഷൻ്റെയും ഉദയഭാനു കമ്മീഷൻ്റെയും റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് 42 എണ്ണ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഒരു ചിലവില്ലാതെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു 16 എണ്ണം ഉണ്ടായിരുന്നു. അല്പം ചിലവോട് നടപ്പാക്കാൻ ചെറുതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടോട് നടപ്പാക്കേണ്ടത് വരണ്ട 3 ലിസ്റ്റായി കൊടുത്തു. ആ ലിസ്റ്റിൽ ഒരു 14 എണ്ണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് നടപ്പാക്കി. മനസ്സിലാകുന്നുണ്ട്. അത് ജയിലിലെ സിറ്റുവേഷൻ വളരെ ഇമ്പ്രൂവ് ചെയ്തു. അവിടെയാണ് വേറൊരു ആരോപണം വരുന്നത്. ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു. അത് ജയിലിൽ ഒരുപാട് ഇടതുപക്ഷക്കാർ കിടപ്പുണ്ട്, അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു 3600 തടവുകാർക്ക് ഈ കൂലി കിട്ടുന്നതിനകത്ത് 800 പേര് പൊളിറ്റിക്കൽ തടവുകാരാണ്. അതിൽ UDF LDF തടവുകാർ ഈക്വലാണ്. UDF LDF എറൗണ്ട് 300 ആണ് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 250 ആണ് നിൽക്കുന്നത്. പിന്നെ BJP ആണ് RSS പുട്ട് ടുഗദർ, അതിൻ്റെ നേരെ പകുതിയുണ്ട്. അതായത് 40% വോട്ട് ഉള്ള UDF LDF തടവുകാരുടെ എണ്ണത്തിൽ അവർ ഏകദേശം ഈക്വലാണ്. പിന്നെ BJPക്ക് ഒരു 16% വോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ പ്രിസണേഴ്സിൻ്റെ എണ്ണം 150 to 170 ആണ്. അപ്പോൾ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ തടവുകാരുടെ എണ്ണത്തിൽ, പൊളിറ്റിക്കൽ തടവുകാരുടെ എണ്ണത്തിൽ സർപ്ലസ് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ തടവുകാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ന്യായീകരണം, ആ ഒരു ആരോപണം ശരിയല്ല. തടവുകാർക്ക് അങ്ങനെ, തടവുകാരുടെ ഇടതുപക്ഷത്തിന് അങ്ങനെ പ്രിഡോമിനൻസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് വേറൊരു ആരോപണമാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല. അപ്പോൾ ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് ചെയ്ത ഒരു പദ്ധതിയാണ്. അത് ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ ദുരാരോപണങ്ങളൊക്കെ ഈ ആരോപിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കാത്തൊരു അല്ല പൈസ കൊടുക്കുന്നത്, അവരുണ്ടാക്കുന്ന അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പൈസ എന്നാണ് അവർ കൊടുക്കുന്നത്. അവർ 80 കോടി 100 കോടി രൂപയുടെ ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങളും എംബ്രോയിഡറിയും റെഡിമെയ്ഡ് തുണികളും മാർക്കറ്റ് വിറ്റ് ഉണ്ടാക്കുന്നത്. അത്രയും 100 കോടിയുടെ ഗുണം ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് ഈ 16 കോടി കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ 16 കോടി സർക്കാർ ഖജനാവിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ആ സർക്കാർ ഖജനാവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ആ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ കൊടുത്തു. തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് ന്യായമായി കിട്ടേണ്ട കൂലി അവന് കൊടുത്തു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരായാലും ഇവിടുത്തെ പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ ആക്ടിവിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്ന പത്രം ശരിയായിട്ടൊന്ന് അന്വേഷിച്ച് അവർക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. പക്ഷെ ഇതിപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇടതുപക്ഷക്കാരായ തടവുകാരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നൊരു ന്യായീകരണം. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തടവുകാർക്ക് വേതനം കൊടുത്തിരുന്നത് കർണാടകത്തിൽ തമിഴ്നാട് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ഡബിൾ, നമ്മൾ 160 കൊടുക്കുമ്പോൾ അവർ 300 രൂപ കൊടുത്തുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് 620 ഇപ്പോൾ 620 രൂപ. പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തടവുകാർക്ക് ബെനിഫിറ്റ് കൊടുത്തത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്. മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് എന്തോ ഒരു സംഗതിയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നം. എനിക്ക് ഒരു മുന്നണിയില്ല, ഒരു രാഷ്ട്രീയമില്ല. അപ്പോൾ നമ്മളൊരു ജനോപകാരപ്രദമായ ഒരു പരിപാടി ഉണ്ടാക്കി തടവുകാരെ നല്ലവരാക്കി മാറ്റി സമൂഹത്തിൽ നിന്ന് അത്രയും ക്രൈം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ആ തടവുകാരൻ്റെ കുടുംബം വഴിയാധാരമാകാതെ രക്ഷിച്ച് അവൻ്റെ മക്കളും തടവുകാരാകാതെ രക്ഷിക്കുന്ന ഒരു പരിപാടിയാണ്. പണ്ട് ഈ തടവുകാരൻ ജയിലിൽ നിന്ന് വിട്ടാൽ 3-ാമത്തെ ആഴ്ച വന്ന് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ റെസിഡ്യൂസം എന്ന് പറയും. കേരളത്തിലിപ്പോൾ റെസിഡ്യൂസം വളരെ കുറവാണ്. കാര്യം ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന് അവന് ഒന്നീ ടാപ്പറായിട്ട് പോകും, അല്ലെങ്കിൽ അവന് കുക്കായിട്ട് പോകും, അല്ലെങ്കിൽ അവന് ഗാർഡായിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഈ ജയിലിൽ പഠിക്കുന്ന ഒരു ട്രേഡ് അവൻ ചെയ്ത് അവൻ ജീവിക്കുകയാണ്. പിന്നെ അവൻ ജയിലിലോട്ട് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുക. ഓക്കെ സാർ. ശരി ഓക്കെ.